ഹായ് ഗായ്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡറിൽ ഇതേപോലത്തെ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക, അതിലൊരു ക്യൂബ് എടുക്കുക. ഓക്കെ, നമ്മൾ ക്യൂബ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ജി പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ മൂവ് ചെയ്ത് ഗ്രൗണ്ട് പ്ലെയിനിലേക്ക് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഈ ടോപ്പിലെ ഈ ഫേസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിനായിട്ട് സെലക്ട് ചെയ്യുന്നു, പി ഞെക്കുന്നു, സെലക്ഷൻ കൊടുക്കുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയി. ഇനി ഞാൻ ജസ്റ്റ് ഇത് എച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആവും. ഓക്കെ, ഇപ്പോൾ അത് ഹൈഡായി. ഇനിയിപ്പോൾ നമുക്കിതിനൊരു ചെറിയൊരു ടോപ്പ് ഏരിയ നമുക്ക് കുറച്ചൊരു ബെൻഡ് കൊടുക്കാനായിട്ട്, അതായത് കുറച്ച് വലുതാകണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടോപ്പ് ഏരിയ വയർ ഫ്രെയിമിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, എസ് പ്രസ് ചെയ്യുന്നു, കുറച്ചൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കുന്നു, അതായത് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ച് ബെവൽ കൊടുക്കണം. അതായത് ഈ എഡ്ജൊക്കെ ഇപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്നത്, ഇത് നമുക്ക് കുറച്ച് സ്മൂത്ത് ആക്കണം. അപ്പോൾ നമുക്ക് ഓൾ സെലക്ട് ചെയ്യുക എഡിറ്റ് മോഡിൽ. അതായത് ഇവിടെ എഡിറ്റ് മോഡ് ഇവിടെ സ്വിച്ച് ചെയ്യാം, അല്ലെ ടാബ് പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ സ്വിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, എഡിറ്റ് മോഡിൽ പോവുക, എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു, ബെവൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം നല്ല ലൂപ്പ് കൗണ്ട്, കുറച്ച് ഈ ഒരു കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ സ്മൂത്തായി കണ്ടോ. പക്ഷേ ഇപ്പോൾ ഈ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ ഇത് സ്മൂത്തായിട്ട് കാണാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ സബ്ഡിവിഷൻ ആഡ് ചെയ്ത് ഒരുപാട് ഹൈ പോളി മെഷ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് സ്മൂത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മളൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒരു ഹാഫ് പോർഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടോപ്പിലെ ഒരു ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ടോപ്പ് അൺഹൈഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓൾട്ട് എച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഹൈഡ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സീൻ കളക്ഷനിൽ വന്നിട്ട് ഇവിടെ ഈ ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അൺഹൈഡ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓൾ സെലക്ട് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ എ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്ത് ഈ ഒരു താഴത്തെ ഒരു ക്യൂബിനെ കഴിഞ്ഞും കുറച്ചും കൂടെ സൈസ് കൂട്ടി സ്കെയിൽ ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഇതിൽ വെച്ചു. ഓക്കെ, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഇത് വയർ ഫ്രെയിം മോഡും ഒബ്ജക്റ്റ് മോഡും റെൻഡർ മോഡും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യാനായിട്ട് കീബോർഡിൽ സെഡ് പ്രസ് ചെയ്യുക, വയർ ഫ്രെയിം, സോളിഡ്, മെറ്റീരിയൽ പ്രിവ്യൂ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഞാനിത് താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രസ് ചെയ്യുന്നു, താഴേക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തു. നിങ്ങൾക്ക് ആ ഒരു ക്യാപ്പിൻ്റെ ഹൈറ്റ് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര എക്സ്ട്രൂഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ആ ഒരു ഫേസ് ഞാൻ ഡിലീറ്റ് ചെയ്തു, അടിവശത്തെ. ഓക്കെ, ഇനി എനിക്ക് ഇതിനും ബെവൽ കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് സൈസ് കൂട്ടാനായിട്ട് ഈ ഒരു താഴത്തെ വെർട്ടെക്സ് മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്ജ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു എഡ്ജ് ലൂപ്പ് ഫുള്ള് സെലക്ട് ആവും. എന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, കുറച്ച് മതി. ഇങ്ങനൊരു സ്കെയിൽ ചെയ്ത് വെച്ചു. ഇനി കുറച്ച് ഹൈറ്റും കൂട്ടി വെച്ചു. ഇനി ഇതിനും എനിക്ക് ബെവൽ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ്? ഓൾ സെലക്ട് ചെയ്യുന്നു, എഡ്ജ് മോഡിൽ പോകുന്നു, കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു, ബെവൽ കൊടുക്കുന്നു. കണ്ടോ, ബെവൽ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അതിനും ഒരു ബെവൽ കിട്ടി. ഇനിയിപ്പോൾ എന്താ, ഈ ഒരു ഏരിയ ഫ്ലാറ്റ് ആയിട്ട്, അതായത് പ്ലെയിൻ ആയിട്ടിരിക്കും. നമുക്ക് ഇതിനും ഡെപ്ത് വേണം അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഫുള്ള് സെലക്ട് ചെയ്യുന്നു, എഫ് പ്രസ് ചെയ്യുന്നു, അത് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഫില്ല് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ കാണിക്കേണ്ടി ഇതൊന്ന് ഹൈഡ് ചെയ്യുവാണ്. ഈ ഒരു താഴത്തെ പക്ഷേ ഞാൻ ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഫില്ല് ചെയ്തു, ഐ പ്രസ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാൻ ഇത്ര ഒരു ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് ആ ഫേസ് ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ, ഡിലീറ്റ് ചെയ്തു. ഇനി ഇപ്പോഴത്തെ ബാക്കി പഴയത് അൺഹൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം ഒരു ഷെയ്ഡിങ് പ്രശ്നമുണ്ട്, കുറച്ച് ഡാർക്ക് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു സ്മൂത്ത് ആഡ് ചെയ്യണം. ഈ ടോപ്പിലെ പോലത്തെ ഒരു സ്മൂത്ത് ഇവിടെ ആഡ് ചെയ്യണം. അതിന് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഫുള്ള് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു, ബെവൽ കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ മേളിലത്തെ അത്രയും ബെവൽ വേണ്ട, കാരണം ഇത് താഴെവശമാണ്. അപ്പോൾ കുറച്ച് ബെവൽ മതി. ഇത് ഈ ഒരു ലെവലിൽ ബെവൽ കൊടുക്കുന്നു, കുറച്ച് ലൂപ്പ് കുറച്ച് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ബോക്സ് സെലക്ട് ചെയ്തു. ഓക്കെ, താഴത്തെ ഭാഗവും ടോപ്പ് ക്യാപ്പും സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് തമ്മിൽ ടൈ ചെയ്യുന്ന ആ ഒരു വള്ളി നമുക്ക് ഉണ്ടാക്കാം, ആ ഒരു ബാൻഡ് കൈൻഡ് ഓഫ് തിങ് നമുക്ക് ഉണ്ടാക്കാം. അതിന് നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു ക്യൂബ് എടുക്കുന്നു. ഓക്കെ, ക്യൂബ് എടുത്തു. വയർ ഫ്രെയിം മോഡിൽ ഈ ക്യൂബ് നമ്മുടെ ബോക്സിനെ കഴിഞ്ഞും കുറച്ച് വലുതായിട്ട് സ്കെയിൽ ചെയ്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. അതിന് എഡിറ്റ് മോഡിൽ കൺട്രോൾ ആറ് പ്രസ് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ലൂപ്പ് കട്ട് ആഡ് ചെയ്തു. ഇനി ഇതിന് ബെവൽ കൊടുക്കുന്നു, കൺട്രോൾ ബി. അപ്പോൾ ഇത് ഇങ്ങനെ ബെവലാവും. നമുക്ക് ഇത്രയും സെഗ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മൗസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് കുറയ്ക്കാനും കൂട്ടാനും പറ്റും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിങ്ങനെ ഈ ഒരു ബെവൽ ആഡ് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ പോകും. എന്നിട്ട് ഞാൻ ഈ സെലക്ഷൻ കളയുന്നില്ല, അതിന് പകരം ഞാൻ പി പ്രസ് ചെയ്യുന്നു, ഇവിടെ സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ആ ഒരു പീസ് മാത്രം സെപ്പറേറ്റ് ആയി. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇത് മാത്രം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടോ, ഇത് ഇവിടെ കുറച്ച് ഈ ഒരു ക്യൂബിൻ്റെ ക്യാപ്പിനകത്തൂടെ കയറിയാൽ പോകുന്നത്. അതിന് നമുക്കിത് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നോക്കണം. അതിന് ഈ എഡ്ജും സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഇപ്പോൾ കണ്ടോ,
ഗ്രീൻ കളർ വൈ ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസിലാണ് സ്കെയിൽ ചെയ്യേണ്ടത്. അതിന് എസ് വൈ പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ സ്കെയിൽ ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് സബ്ഡിവിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സബ്ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാണാം നമുക്കിങ്ങനെ ഇതൊരു റൗണ്ട് ഷേപ്പായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അതായത് ഇതിന് ലൂപ്സ് ഇല്ല, അതായത് സപ്പോർട്ടിങ് ലൂപ്സ് ഇല്ല. അപ്പം ഈ 4 എഡ്ജിൽ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ബെവൽ കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ ആ ഒരു എഡ്ജ് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വന്നു. ബെവൽ കൊടുത്ത് ഇങ്ങനെ വെച്ചു. കണ്ടോ, ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു സബ്ഡിവിഷൻ ഒരു വ്യൂ പോർട്ട് ലെവൽ 2 കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്കിത് താഴേക്കൊന്ന് എക്സ്ട്രൂഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു പൊക്കത്തെ ഈ ഒരു ഫേസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ചെയ്യും. ഇത്രയും ഫേസിന് നമുക്ക് ആവശ്യമില്ല. അതേപോലെ ഈ നടുക്കത്തെ ലൂപ്പ് നമുക്ക് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് റിവേഴ്സ് ടോപ്പിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചാലും മതി, ചെറുതായിട്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടി, ഒരു ബാൻഡ് നമുക്ക് കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു എഡ്ജ് മാത്രം ജസ്റ്റ് ഒന്ന് ബെവൽ ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ബെവൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കോപ്പി എടുത്താൽ മതി അടുത്ത ക്രിയേറ്റ് ചെയ്യാൻ. അത് ഞാൻ ജസ്റ്റ് ഇത് എഡിറ്റ് മോഡിൽ തന്നെ ഓൾ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ RZ90°, അതായത് ഈ Z ആക്സിസിൽ ഞാൻ 90° റൊട്ടേറ്റ് ചെയ്യും. ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂ, ഇത് ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുന്നു, എന്നിട്ട് RZ90° റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതും കള്ളിങ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് P പ്രസ് ചെയ്യുന്നു, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ടോപ്പിൽ എഡ്ജ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ ഈ ഒരു പ്രപ്പോർഷണൽ എഡിറ്റിംഗ്, ഇത് എനേബിൾ ചെയ്യുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് G പ്രസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് വരും. ഇപ്പോൾ ഈ റൗണ്ട് നിങ്ങൾ G പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് ഭയങ്കര വലുതോ അല്ലെങ്കിൽ ചെറുതോ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. ഇത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഇത് ഈ ഒരു സൈസിൽ ഞാൻ വെച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, കേട്ടോ, മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് ഷാർപ്പാണ്, ഞാൻ ജസ്റ്റ് കുറച്ച് ബെവൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് രണ്ടും ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+J പ്രസ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഒറ്റ ഒബ്ജക്റ്റായി. കണ്ട, ഒറ്റ ഒബ്ജക്റ്റായി. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മണ്ടയിലെ ഒരു ഡിസൈനുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് S പ്രസ് ചെയ്യുന്നു, അതായത് കർസർ ടു സെലക്റ്റഡ്. 3D കർസർ ഞാൻ ഇങ്ങോട്ട് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3D കർസർ എവിടെയാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് അവിടെയായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വരാനായിട്ട് 3D കർസർ ഇവിടെ വെക്കുന്നു, ഷിഫ്റ്റ് A, മെഷ്, സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ഞാൻ ജസ്റ്റ് എഡിറ്റ് മോഡിൽ RX90°, അതായത് X ആക്സിസിൽ 90° റൊട്ടേറ്റ് ചെയ്തു. ഇനി ഞാനിങ്ങനെ ഇതൊന്ന് മൂവ് ചെയ്ത് പൊക്കത്തേക്ക് വെച്ചു. ഓക്കെ, ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിതൊന്ന് സ്ക്യൂസ് ചെയ്യണം, അതായത് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ പ്രപ്പോർഷണൽ എഡിറ്റിംഗ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ SZ, അതായത് S ഞെക്കിയിട്ട് സ്കെയിൽ ചെയ്യുന്നു. Z ആക്സിസിൽ ഇങ്ങനെ സ്കെയിൽ ചെയ്തു, ഇവിടെ കൊണ്ടു വെച്ചു, ഇങ്ങനെ താഴെ കൊണ്ടു വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു X ആക്സിലും കൂടെ ഇങ്ങനെ സ്കെയിൽ ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇന്ന് അടുക്കത്തെ ഒരു വെർട്ടെക്സ് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ പ്രപ്പോർഷണൽ എഡിറ്റിംഗ് പിന്നെ എനേബിൾ ചെയ്യുന്നു, G പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കെട്ട് പോലെ ഞാൻ മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. ഇപ്പോൾ കണ്ടോ, ഇവിടെ കുറച്ച് ലൂപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ Ctrl+1 പ്രസ് ചെയ്യുന്നു, ഒരു സബ്ഡിവിഷൻ മോഡിഫയർ ആഡ് ചെയ്യുന്നു, ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് G പ്രസ് ചെയ്ത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രപ്പോർഷണൽ എഡിറ്റിംഗ് ഓഫ് ആക്കാം. എന്നിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. ഈ ഒരു ഇതിനെ കഴിഞ്ഞ് ഒരു കുറച്ച് സൈസ് കുറവിലാണ്, അതായത് ലെങ്ത് കുറവിലാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ റെഫറൻസ് ആയിട്ട് ഈ ഒരു ഡിസൈനാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ടായിരിക്കും. നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യണം. അതിന് ഓൾ സെലക്ട് ചെയ്യുന്നു, Alt+E, എക്സ്ട്രൂഡ് ഫേസസ് അലോങ് നോർമൽസ്. ഓക്കെ, ഈ ഒരു ഡെപ്ത് ഞാൻ ഇതിന് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു എഡ്ജ് എല്ലാം സെലക്ട് ചെയ്യുന്നു, Alt+E ആണ്, അത് Alt+Shift ആണ് ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കീ. Ctrl+B ബെവൽ കൊടുക്കുന്നു. കേട്ടോ, ഇപ്പോൾ ആ ഒരു സാധനം കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിളും കൂടെ വേണം, അതായത് ഈ ഒരു സാധനം ഇവിടെ ടൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സർക്കിളുണ്ട്, അതും കൂടെ വേണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് പിന്നെയും മെഷിൽ പോകുന്നു, ഒരു സർക്കിൾ സെലക്ട് ചെയ്യുന്നു, RX90°, അത് X ആക്സിൽ 90° റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ വന്നേക്കാം. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആവേണ്ടത്. അതിന് നമുക്ക് വേണമെങ്കിൽ
RZ 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി റൊട്ടേറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാനുവലായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് സ്നാപ്പ് ആകാനായിട്ട് R പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനിടെ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഗ്രിഡ് ലൈനിൽ കൂടെ ഇങ്ങനെ സ്നാപ്പ് ആവും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ സ്കെയിൽ ചെയ്ത് ഇങ്ങനെ വെച്ചു. ഈ ഒരു സൈസിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നേരത്തെ സ്ക്യൂസ് ചെയ്ത പോലെ സ്ക്യൂസ് ചെയ്യുന്നു, ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തു. ഇപ്പം നിങ്ങൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, അതായത് കറക്റ്റായിട്ട് നേരെ എക്സ് ആക്സിൽ പോകാനായിട്ട് ജസ്റ്റ് ഈ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എക്സ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ എക്സ് ആക്സിൽ മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഞാൻ വെച്ചു. അതേപോലെ ഇതും സെലക്ട് ചെയ്യുന്നു, എക്സ് ആക്സിൽ മൂവ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിനൊരു ഡെപ്ത് കൊടുക്കുകയാണ്. അതായത് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് ഒരു ഡെപ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് അതായത് സ്മൂത്ത് സ്കെയിൽ ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. വൈയിലും കൂടെ ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് നമ്മൾ സപ്പോർട്ട് ലൂപ്പ് ആഡ് ചെയ്യണം. അതായത് ഇത് എഡ്ജ് എല്ലാം സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ബെവൽ കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടെയിൽ എൻഡും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടെയിൽ എൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നു Shift A മെഷിൽ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ പ്ലെയിൻ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് പ്രപ്പോർഷണൽ എഡിറ്റിംഗ് ഇങ്ങനെ ഓഫാക്കി എക്സ് ആക്സിൽ ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്തു, Y ആക്സിസിൽ ഒന്ന് സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ നടുക്കൂടെ ഒരു ലൂപ്പ് ഇട്ടു. ഈ ലൂപ്പിൻ്റെ ഈ ഒരു സെൻറ്ററിലെ വെർട്ടെക്സ് ഞാൻ ജസ്റ്റ് Y ആക്സിസിൽ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ സെൻറ്ററിലെ ഇതൊന്ന് ജസ്റ്റ് ബെവൽ കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഒരു സെഗ്മെൻറ്റ് ഒരു 3 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ലൂപ്സ് കൊടുത്തു. അതേപോലെ ഈ എഡ്ജിലും സപ്പോർട്ടിംഗ് ലൂപ്സ് കൊടുത്തു. അല്ലെങ്കിൽ നമ്മളിതിന് സബ് ഡിവിഷൻ കൊടുക്കുമ്പോൾ ഇത് സ്ട്രക്ചർ, അതായത് ഒരു ഷേപ്പ് പോവും, മൊത്തത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഷേപ്പ് പോവും. അതിനായിട്ട് ഞാനിവിടെ എല്ലാ എഡ്ജിലും ഞാൻ അതായത് സപ്പോർട്ടിംഗ് ലൂപ്സ് കൊടുത്തു. ജസ്റ്റ് ഓൾ സെലക്ട് ചെയ്യുന്നു, താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതിന് Ctrl 1 പ്രസ് ചെയ്ത് സബ് ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഷേപ്പ് നമുക്ക് പോകാതെ കിട്ടും. ഓക്കെ, ഇനി ഞാനിത് അപ്ലൈ ചെയ്യുന്നു, ജസ്റ്റ് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് കുറച്ചൊരു ബെൻഡ് ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ബെൻഡ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ സെൻട്രൽ എഡ്ജ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് പ്രപ്പോർഷണൽ എഡിറ്റിംഗ് ഓൺ ആക്കുന്നു, ജസ്റ്റ് താഴേക്കൊന്നിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നടുക്കൂടെ ഒരു ബെൻഡ് കിട്ടി. കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് കിട്ടി. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മോഡലിൽ കൊണ്ടുവെക്കണം. ഓക്കെ, അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എഡിറ്റ് മോഡിൽ ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് ഓഫാക്കുന്നു, പ്രപ്പോർഷൻ എഡിറ്റിംഗ് ഓഫാക്കുന്നു, G പ്രസ് ചെയ്യുന്നു, മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എവിടെയാണോ നമുക്കത് വേണ്ടത് അവിടെ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കയറ്റി വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന പോലെ ഞാനിങ്ങനെ വെച്ചു. അതേപോലെ ഇത് Shift D പ്രസ് ചെയ്യുന്നു, ഒരു കോപ്പി എടുക്കുന്നു, അതേപോലെ ഈ ഒരു സൈഡിലും ഇങ്ങനെ വെച്ചു. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തു. ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെലക്ഷൻ പോകും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, എല്ലാം സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ Ctrl J പ്രസ് ചെയ്ത് ഈ ഒരു ബാഡ്ജ്, അതായത് ഒരു ടൈ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒബ്ജക്റ്റ് മൊത്തം ഒറ്റ ഒരു ഗ്രൂപ്പാക്കി, അതായത് കമ്പൈൻ ചെയ്തു. ഓക്കെ, അതേപോലെ നമ്മുടെ ക്യൂബ് ടോപ്പ് ബോട്ടം സെലക്ട് ചെയ്യുന്നു, Ctrl J കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് നമുക്കൊരു മെറ്റീരിയലും കൊടുക്കാം, ഇതിന് നമുക്ക് ഒരു മെറ്റീരിയൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുക്കാനായിട്ട് മെറ്റീരിയൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. അതിനായിട്ട് നമ്മൾ Z പ്രസ് ചെയ്യുന്നു, മെറ്റീരിയൽ പ്രിവ്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ക്യൂബിന് ഒരു മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി ഈ ക്യൂബ്, അതായത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. അവിടെ മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോകുന്നു, അതിൽ ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാൻ ബോക്സ് റെഡ് എന്ന് കൊടുക്കുന്നു, റെഡ് കളറാണ് കൊടുക്കുന്നത്, റെഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ബേസ് കളർ എന്ന് പറയുന്നത്, ഈ ബേസ് കളർ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ ഒരു സ്ലൈഡർ റെഡിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് റെഡ് കൊടുക്കുന്നു. ഓക്കെ, നമുക്കിപ്പോൾ എടുത്ത ഈ ബാഡ്ജിനും മെറ്റീരിയൽ കൊടുക്കണം. അതിന് ഈ ബാഡ്ജ് സെലക്ട് ചെയ്യുന്നു, ന്യൂ മെറ്റീരിയൽ അസൈൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ ഗോൾഡ് മെറ്റൽ ഫിനിഷ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിത് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ബേസ് കളറിൽ പോകുന്നു, ഒരു ഗോൾഡ് കളർ ടോൺ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇതൊരു ഗോൾഡ് മെറ്റാലിക് ഒരു ഫീൽ വരുന്നില്ല, കാരണം ഇതിന് പ്രോപ്പർട്ടീസ് ഇല്ല, കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാനായിട്ട് 0.9 കൊടുത്തു.
0.9 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മെറ്റാലിക് ഫിനിഷ് വന്നു. ഇപ്പോൾ ഇതിന് കുറച്ച് തിളക്കം ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ റഫ്നെസ്സിൽ ജസ്റ്റ് 0.2 കൊടുത്തു. കണ്ടോ? അപ്പോൾ ഇതിനൊരു തിളക്കം വന്നു. കണ്ടോ? ഇപ്പോൾ ഒരു മെറ്റാലിക് ഫിനിഷ് ഉണ്ട്. കാണാനായിട്ടൊരു കുറച്ചും കൂടെ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോപ്പി, ഇപ്പോൾ നിങ്ങൾക്കൊരു ക്രിസ്മസ് കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെൻഡർ എടുക്കാനാണെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ കോപ്പിയൊക്കെ എടുത്ത് നമുക്ക് കളർ മാറ്റി ഒരു 3-4 ബോക്സ് ആയിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് ഞാൻ കുറച്ച് ചെറുതാക്കി വെക്കുന്നു ഇങ്ങനെ സൈഡിൽ. ഓക്കെ, ചെറുതാക്കി വെച്ചു. ഇപ്പോൾ ഇതിന് കേട്ടോ, ഇതിന് റെഡ് മെറ്റീരിയൽ തന്നെ എടുക്കുന്നത്. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെഡ് ബോക്സ് എന്നുള്ളത്, അതായത് ബോക്സ് റെഡ് എന്നുള്ളത് മൈനസ് ക്ലിക്ക് ചെയ്തിട്ട് കളയുന്നു, ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. അതിന് ഞാനിപ്പോൾ ഗ്രീനാണ്, ഗ്രീൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഒരു ഗ്രീൻ മെറ്റീരിയൽ കൊടുക്കുന്നു. കണ്ടോ? ഇപ്പോൾ ഇതൊരു വേറൊരു ബോക്സായി. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.